ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBT സമീപം, മെയിൻ റോഡ്, പുനലൂർ. Extract of nature. Samiya's Wedding Arcade, SBT Building, Velakudi, Kunnikode. Revati Furniture, Agasthyakode, Anchal. Phone 0475 2273 634. തേക്ക്, ഈട്ടി മുതലായ തടികളിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ മിതമായ വിലയ്ക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ. രേവതി ഫർണിച്ചർ, അഗസ്ത്യക്കോട്, അഞ്ചൽ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം രേവതി സാമിൽ ആൻഡ് ടിംബർ വർക്ക്സ്, ഗുരുക്ഷേത്രത്തിന് സമീപം, അഗസ്ത്യക്കോട്, അഞ്ചൽ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീജേഷ്. പ്രധാന വാർത്തകൾ. ബ്രോഡ്ഗേജ് പാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. പുനലൂർ ഇടമൺ റീച്ചിൽ എഞ്ചിൻ പരീക്ഷണ ഓട്ടം നടത്തി. മാലൂർ കരിമ്പാലൂരിൽ 2 കടകൾ കത്തി നശിച്ചു. കേബിളുകളും അഗ്നിക്കിരയായി. 40,000 രൂപയുടെ നാശനഷ്ടം. കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പത്തനാപുരം പഞ്ചായത്തിലെ വാഴപ്പാറ വാർഡ് മെമ്പർ നിരാഹാര സമരം സംഘടിപ്പിച്ചു. സമരത്തിന് കോൺഗ്രസും പിന്തുണ നൽകി. വാർത്തകൾ വിശദമായി. റെയിൽവേ ബ്രോഡ്ഗേജ് പാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ എഞ്ചിൻ പരീക്ഷണ ഓട്ടം നടത്തി. പുല്ലൂർ റെയിൽവേ സ്റ്റേഷൻ മുതൽ ഇടമൺ വരെയാണ് എഞ്ചിൻ പരീക്ഷണാർത്ഥം ഓടിയത്. വ്യാഴാഴ്ച രാവിലെ 11:30ഓടെയാണ് എഞ്ചിൻ പുനലൂരിലെത്തിയത്. തുടർന്ന് എഞ്ചിൻ 15 കിലോമീറ്റർ വേഗത്തിൽ ഇടമണിലേക്ക് ഓടിച്ചു പോവുകയായിരുന്നു. 6 വർഷത്തിനിടെ ആദ്യമായാണ് ഇതുവഴി എഞ്ചിൻ ഓട്ടം നടത്തിയത്. മെറ്റൽ പാക്കിംഗ് ജോലികൾ ഒരു ഘട്ടം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. ഇനിയും മെറ്റൽ പാക്കിംഗ് ജോലികൾ ബാക്കിയുണ്ട്. ഉച്ചയ്ക്ക് 12:30ഓടെ എഞ്ചിൻ പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ തിരികെ എത്തി. റെയിൽവേ ഉദ്യോഗസ്ഥരും എഞ്ചിനിലുണ്ടായിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ സംഘം നേരിട്ട് വിലയിരുത്തി. തിരികെ വരുമ്പോൾ എഞ്ചിൻ 25 കിലോമീറ്റർ വേഗത്തിലാണ് ഓടിയത്. 2017 ട്രെയിൻ ഓടിക്കുമെന്നാണ് റെയിൽവേയുടെ ഔദ്യോഗിക വിശദീകരണം. ഇടമൺ വരെ ട്രെയിൻ ഓടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത്. ആര്യങ്കാവ്, തെന്മല മേഖലകളിലായി ധാരാളം പണികൾ ഇനിയും ബാക്കിയുണ്ട്. സമയബന്ധിതമായി പണികൾ തീർക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലിലാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ. എല്ലാ മാസവും ഡിവിഷണൽ മാനേജർ പാത സന്ദർശിക്കുമെന്നും നിർമ്മാണം വിലയിരുത്തുമെന്നും ഔദ്യോഗികമായി നേരത്തെ അറിയിച്ചിരുന്നു. ഇതിനിടെയാണ് എഞ്ചിൻ പരീക്ഷണ ഓട്ടം നടത്തിയത്. പരീക്ഷണ ഓട്ടം കിഴക്കൻ മേഖലയ്ക്ക് പ്രതീക്ഷ പകർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സഹപാഠിക്കായി സ്നേഹത്തണലിൽ കൂടൊരുക്കുകയാണ് പുനലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് വിദ്യാർത്ഥികൾ. കാലവർഷത്തിൽ തകർന്ന വീടിന് പകരം സഹപാഠിക്കായി പുതിയ വീട് നിർമ്മിക്കുകയാണ് സ്നേഹക്കൂട്ടായ്മ. ഒരുമിച്ചു കളിച്ചും ചിരിച്ചും നടക്കുന്ന കൂട്ടുകാരിയുടെ കണ്ണു നനഞ്ഞപ്പോൾ സഹപാഠികൾക്കതൊരു വേദനയായി. 4 വരി പച്ചക്കട്ടയ്ക്കുമേൽ വലിച്ചു കെട്ടിയ പ്ലാസ്റ്റിക് ഷീറ്റിനു കീഴിൽ മഴയിൽ ചോർന്നൊലിച്ചു നിൽക്കുന്ന പെൺകുട്ടിയോട് കാലവർഷവും കരുണ കാണിച്ചില്ല. ഉണ്ടായിരുന്ന കൂര കൂടി തകർന്നു വീണപ്പോൾ പകച്ചുനിന്ന കൂട്ടുകാരിക്കായി സ്കൂളിലെ NSS യൂണിറ്റിലെ വോളണ്ടിയർമാർ കൈകോർക്കുകയായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പലിന്റെയും സ്കൂൾ മാനേജ്മെന്റിന്റെയും PTA പിന്തുണ കൂടി ലഭിച്ചതോടെ കിളിക്കൂട് നിർമ്മാണത്തിനുള്ള ശ്രമങ്ങൾക്ക് വേഗത കൂടി. ബന്ധുക്കളും സുഹൃത്തുക്കളും രക്ഷിതാക്കളും നൽകിയ ചെറു തുകകൾ ചേർത്തുവച്ചപ്പോൾ സ്നേഹിതയുടെ കിളിക്കൂട് നിർമ്മാണത്തിനുള്ള ആദ്യപടിയായി. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം സ്കൂൾ പ്രിൻസിപ്പൽ K. ഹരികുമാരൻ പിള്ള നിർവഹിച്ചു.
NSS പ്രോഗ്രാം ഓഫീസർ KB സുരേഷ് കുമാർ, G രാജഗോപാൽ, PTA പ്രസിഡന്റ് P വിജയൻ, സ്കൂൾ ഹെഡ് മിസ്ട്രസ് B രമാദേവി, പത്മകുമാർ, അധ്യാപകർ, അനധ്യാപകർ എന്നിവരും സഹായത്തിനായി കൂടെയുണ്ട്. സഹപാഠിയുടെ ദുഃഖം തങ്ങളുടേതാക്കിയ പുനലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിലെ വോളണ്ടിയർമാരുടെ മാതൃകാ പ്രവർത്തനം സമൂഹത്തിൽ പലർക്കും താങ്ങായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം സഹപാഠിയുടെ പിതാവിന്റെ കരൾ ശസ്ത്രക്രിയയ്ക്കായി NSSന്റെ നേതൃത്വത്തിൽ 1 ലക്ഷം രൂപ സമാഹരിച്ചു നൽകിയിരുന്നു. കൂടാതെ അനാഥാലയങ്ങൾക്കായി മിസ് മീൽ, ആതുര സേവന പ്രവർത്തനങ്ങൾ, സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയും യൂണിറ്റ് മാതൃകാപരമായി നടത്തിവരുന്നു. ലൈവ് വാർത്ത പുനലൂർ. അന്യസംസ്ഥാന തൊഴിലാളികൾക്കായി പുനലൂരിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പുനലൂർ സ്വയംവര ഹാളിൽ നടന്ന ക്യാമ്പ് നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക മേഖലയിൽ ഒരുപക്ഷെ ഉടനെ ഒന്നും ഒഴിവാക്കാൻ പറ്റാത്ത നിലയിൽ നിർണായകമായ സ്വാധീനം ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ തൊഴിലെടുക്കുന്ന ആളുകൾക്ക് ഉണ്ടായി വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്ന് മാത്രമല്ല, നമുക്ക് ഇനി ഒരിക്കലും നമ്മുടെ സംസ്ഥാനത്തിന് അവഗണിക്കാൻ കഴിയുന്ന ഒരു സമൂഹമല്ല ഇവിടേക്ക് വന്ന് ജോലിക്ക് വേണ്ടി വന്നിട്ടുള്ള ആളുകൾ. തീർച്ചയായിട്ടും അവരെ നമ്മുടെ സാമൂഹ്യ അവസ്ഥയുമായി ഇണക്കിയെടുക്കുക എന്ന് പറയുന്ന വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ്. മുഖ്യ പങ്ക് വഹിക്കേണ്ടത് ആഭ്യന്തര വകുപ്പാണ്. നഗരസഭാ കൌൺസിലർ G ജയപ്രകാശിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ കൊട്ടാരക്കര അസിസ്റ്റന്റ് ലേബർ ഓഫീസർ TR മനോജ് കുമാർ സ്വാഗതം പറഞ്ഞു. റീജിയണൽ ജോയിന്റ് ലേബർ കമ്മീഷണർ ബിച്ചു ബാലൻ, ജില്ലാ ലേബർ ഓഫീസർമാരായ A ബിന്ദു, KS സിന്ധു, R രാംമോഹൻ, V അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വൈദ്യപരിശോധനകൾ നടത്തി. ന്യൂസ് ബ്യൂറോ പുനലൂർ. പുനലൂർ MLA റോഡിന് സമീപം പൈപ്പ് പൊട്ടൽ വ്യാപകം. ബന്ധപ്പെട്ടവർ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. നരിക്കൽ റോഡിന്റെ ഭാഗത്താണ് സ്ഥിരമായി പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടുന്നത് ഇവിടെ പതിവ് സംഭവമാണ്. സമീപത്തുള്ള സ്വകാര്യ ഗോഡൌണിലേക്ക് വലിയ വാഹനങ്ങൾ കടന്നു പോകുന്നതാണ് പൈപ്പ് പൊട്ടാൻ കാരണമാകുന്നത്. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ പുനലൂർ. വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങും. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങും. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. കഴിഞ്ഞ 32 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ദേവി ഇലക്ട്രിക്കൽ ഏജൻസീസിന്റെ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ് ഡിവിഷന്റെ നവീകരിച്ച ഷോറൂം. 25,000 സ്ക്വയർ ഫീറ്റിൽ വിസ്തൃതമായ ടൈൽസ്, ഗ്രാനൈറ്റ്, സാനിറ്ററി വെയർ, പ്ലംബിംഗ് ഐറ്റംസ് എന്നിവയുടെ ഡിസ്പ്ലേ. ദേവി ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, പെട്രോൾ പമ്പിന് എതിർവശം, MC റോഡ്, ഏനാർ. ആവണീശ്വരം സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ പുതിയതായി നിർമ്മിച്ച ദേവാലയത്തിന്റെ കൂദാശയും പൊതുസമ്മേളനവും 26-27 തീയതികളിൽ നടക്കും. കൂദാശയ്ക്ക് പരിശുദ്ധ ബാവ തിരുമേനി മുഖ്യ കാർമ്മികത്വം വഹിക്കും. 1958 തോമാ മാർ ദിവന്യാസോസ് തിരുമേനിയാണ് ആവണീശ്വരത്ത് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി സ്ഥാപിച്ചത്. കാലപ്പഴക്കം ചെന്ന പള്ളി
പുതുക്കി പണിയുകയായിരുന്നു. ഒക്ടോബർ 22 ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് കുന്നിക്കോട് നിന്നും ആരംഭിക്കുന്ന വിളംബര ഘോഷയാത്രയോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമാകുന്നത്. പ്രത്യേക കുർബാനകൾ, സന്ധ്യാ നമസ്കാരം, കുടുംബ സംഗമം, ദീപശിഖ പ്രയാണം, ജീവകാരുണ്യ നിധി വിതരണം, മുൻ വികാരിമാരെ ആദരിക്കൽ തുടങ്ങി വിവിധ ചടങ്ങുകളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. 26, 27 തീയതികളിൽ നടക്കുന്ന കൂദാശയ്ക്ക് പരിശുദ്ധ ബാവ തിരുമേനി, അഭിമന്യ തിരുമേനിമാർ തുടങ്ങിയവർ മുഖ്യ കാർമ്മികത്വം വഹിക്കുമെന്ന് വികാരി ഫാദർ ഐസക് ബി പ്രകാശ് പറഞ്ഞു. ദൈവമാതാവായ ശുദ്ധിമതിയായ അമ്മയുടെ കന്യകമറിയാം അമ്മയുടെ നാമത്തിൽ ഒരു പ്രത്യേകമായ ദേവാലയം ഇവിടെ പണിയുവാൻ തക്കവണ്ണം നിയോഗമുണ്ടായത്. ഈ ഗ്രാമത്തിലെ ക്രൈസ്തവർക്ക് മാത്രമല്ല, അക്രൈസ്തവർക്കും എല്ലാ ജാതി മതസ്ഥർക്കും ശുദ്ധിമതിയായ അമ്മയുടെ മധ്യസ്ഥത അഭയമാണെന്നുള്ളത് ഈ നാട്ടിലെ എല്ലാ ദേശവാസികൾക്കും പ്രത്യേകമായ സാക്ഷ്യവും നിയോഗവും ലഭിച്ചിട്ടുള്ളൊരു കാര്യമാണ്. 2016 ഒക്ടോബർ മാസം 26, 27 തീയതികളിൽ ഇവിടെ പരിശുദ്ധ ബാവ തിരുമേനിയുടെ അനുഗ്രഹീതമായ കരത്താൽ കൂദാശ ചെയ്യപ്പെടുന്നത്. ഈ കർമ്മം അനുഗ്രഹീതമാക്കുവാൻ ഒക്ടോബർ മാസം 22 തീയതി ശനിയാഴ്ച വൈകിട്ട് ഒരു വിളംബര ഘോഷയാത്ര നടത്തുന്നതോടൊപ്പം തന്നെ ഒരു ഒരുക്ക ധ്യാന ശുശ്രൂഷയും, അതേ തുടർന്ന് ഈ ദേവാലയത്തിന് മുഖാന്തരമായ പത്തനാപുരം മൗണ്ട് താബോർ ദേറായിൽ കബറടങ്ങിയിരിക്കുന്ന വിശുദ്ധന്മാരുടെ സന്നിധിയിൽ നിന്ന് ഒരു ദീപം തെളിയിച്ച് ഈ ദേവാലയത്തിലേക്ക് സമീപ ഇടവകകളുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതേ തുടർന്ന് ഇടവകയിലെ ഒരു കുടുംബ സംഗമം ഇവിടെ നടത്തപ്പെടും. തുടർന്ന് 26 തീയതി ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ പരിശുദ്ധ പിതാക്കന്മാരെ, സഭയിലെ മേലധ്യക്ഷന്മാരെ ആനയിച്ച് ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്ന വർണ്ണശബളമായ ഒരു ഘോഷയാത്രയും ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. ചടങ്ങുകൾക്ക് ശേഷം വിവിധ കലാപരിപാടികളും സ്റ്റേജ് ഷോകളും അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മാലൂർ കരിമ്പാലൂരിൽ 2 കടകൾ കത്തിനശിച്ചു. അൽ സുപ്രീം കേബിൾ വിഷന്റെ കേബിളുകളും അഗ്നിക്കിരയായി. ബുധനാഴ്ച രാത്രിയാണ് CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളായ കരിമ്പാലൂർ കിണറ്റുങ്കര വീട്ടിൽ ഭാസ്കരൻ, ആശാരിമൂട് വീട്ടിൽ സലീം എന്നിവരുടെ കടകൾ അഗ്നിക്കിരയായത്. 30,000 രൂപയ്ക്കുള്ള സാധനങ്ങളും അതിൻ്റെ അകത്ത് എല്ലാ സാധനങ്ങളും എല്ലാം ഇന്നലെ എല്ലാം വാങ്ങിച്ച് വിറവും 10-15 വിറവും എല്ലാം ബക്കറ്റ്, അതിനകത്ത് എല്ലാം തന്നെ 30,000 രൂപയുടെ സാധനത്തിൽക്കുള്ള എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ യാതൊരു പ്രശ്നവും ഇല്ലാതെ വൈകിട്ട് ഞങ്ങൾ കടയടച്ചിട്ട് 7:30 ആയപ്പോഴാണ് പോകുന്നത് പോലും. പിന്നെ എന്തോ സംഭവിച്ചു എന്നൊന്ന് 3 മണിയായപ്പോൾ അവിടെ ആൾ വന്നപ്പോഴേ ഞങ്ങൾ വിവരം അറിയുന്നത് പോലും. സംഭവം ഞാനിപ്പോൾ ഷമീർ വന്ന് ഒരു 3:30 ആയി കാണും വീട്ടിൽ വരുമ്പോഴാണ് ഞാൻ വിവരം അറിയുന്നത്. ഷമീർ എന്ന് പറയുമ്പോൾ അപ്പുറത്തെ കടയുടെ ഉടമയുടെ മോനെ, അല്ലാതെ ഞാൻ അറിഞ്ഞില്ല. നമ്മൾ നേരത്തെ ഒരു ഉദ്ദേശം അങ്ങനെ നമുക്കൊരു ഇതൊന്നും ഇവിടെ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല. ഇതാരാ ഇതേ എന്തുവാ ഇതേന്നൊന്നും നമുക്കറിഞ്ഞൂടാ. പിന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞ് അവർ വന്ന് നോക്കി, അവർ പോയിട്ടുണ്ട്. 10 മണിയാകുമ്പോൾ അങ്ങോട്ട് എല്ലാം പറഞ്ഞ് പോകാനുള്ള തയ്യാറെടുപ്പ് ഇങ്ങനെ നിൽക്കുക. അങ്ങനെയുള്ള സംശയം ഇപ്പം നമ്മൾ കാണാത്തതിന് ആരെയും സംശയം പറയുന്നു, കണ്ടായിരുന്ന തന്നെയാണെന്നും പറയാം. നമ്മൾ കാണാത്തത് കൊണ്ട് നമ്മളെന്തോ പറയുന്നത്. ഭാസ്കരന്റെ മുറുക്കാൻ കടയും സലീമിന്റെ ചായക്കടയുമാണ് കത്തി നശിച്ചത്. ഇതിനു പുറമെ അൽ സുപ്രീം കേബിൾ വിഷന്റെ കേബിളുകളും ഫൈബറുകളും കത്തി നശിക്കുകയും ചെയ്തു. ഷാപ്പുമുക്ക് ഭാഗത്ത് മുൻപും കടകൾ കത്തി നശിച്ചിട്ടുണ്ട്. കടകൾക്ക് തീയിട്ടതാണെന്നും കുറ്റക്കാരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും പട്ടാഴി വടക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് R. ആനന്ദരാജനും ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV സജീവും ആവശ്യപ്പെട്ടു. ചെറിയ കടയെന്ന് പറയുമ്പോൾ പോലും ഒരു കുടുംബത്തിന്റെ ജീവിതമാർഗം എന്നുള്ളതാണ്. അത് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി മറ്റൊരു മാർഗവും ഇല്ലാത്ത വഴിയാധാരമാകുന്ന ഒരു സ്ഥിതിയിലാണ്. അത് പ്രദേശത്തെ അല്ല, നാട്ടിലെ മുഴുവൻ ആളുകളുടെയും പ്രതിഷേധം അക്കാര്യത്തിൽ ഉയർന്നു വരണമുണ്ട്. അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി അവരെ ഒറ്റപ്പെടുത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ വാഴപ്പാറ വാർഡിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായില്ലെന്നാരോപിച്ച് വാർഡ് മെമ്പർ നിരാഹാര സമരം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ നടന്ന സമരം KPCC നിർവാഹക സമിതി അംഗം CR നജീർ ഉദ്ഘാടനം ചെയ്തു. കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കണ്ടതായും വാർഡിലെ ജനങ്ങളെ ഉൾപ്പെടുത്തി ഗുണഭോക്തൃ സമിതി ഗ്രാമസഭയിൽ രൂപീകരിച്ചതായും കഴിഞ്ഞ ദിവസം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് H. നജീബ് മുഹമ്മദ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് പ്രസിഡന്റിന്റെ വാദം തെറ്റാണെന്നും ഗുണഭോക്തൃ സമിതി രൂപീകരിച്ചിട്ടില്ലെന്നും കുടിവെള്ള പദ്ധതിയുടെ ചിലവുകൾ പഞ്ചായത്ത് ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ നിരാഹാര സമരവുമായി വാർഡ് മെമ്പറും ജനങ്ങളും എത്തിയത്. കറണ്ട് ബിൽ ഇന്നലെ 3 മണിക്ക് ശേഷം അടച്ചു എന്നുള്ളത് സത്യമാണ്. ഒരു 5 മണി 6 മണിയോടുകൂടി വെള്ളം നമ്മുടെ വാർഡിൽ എത്തിയെന്നുള്ളതും സത്യമാണ്. പക്ഷേ ഇത് ആരടച്ചു എന്നുള്ളത് അതിനെപ്പറ്റി നമുക്കറിയത്തില്ല. പഞ്ചായത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് പഞ്ചായത്ത് അടച്ചിട്ടില്ല എന്നുള്ളത്. താൽക്കാലികമായി നമ്മുടെ ഈ സമരത്തെ ചെറുത്തു നിൽക്കുന്ന ഞാൻ ഒരു 4 ദിവസത്തിന് മുമ്പേ നോട്ടീസ് കൊടുത്തിരുന്നു.
നമ്മുടെ വാർഡിൽ കുടിവെള്ളം എത്തിയില്ല എങ്കിൽ അനിശ്ചിതകാല നിരാഹാരം ഞാൻ കിടക്കുന്നുണ്ട്. അപ്പം ഈ സമരത്തെ ഭയന്ന് ആയിരിക്കണം ഇന്നലെ പെട്ടെന്ന് 3 മണിക്ക് തന്നെ പൈസ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അടയ്ക്കുകയും വെള്ളം നമ്മുടെ വാർഡിൽ എത്തുകയും ചെയ്തു. പക്ഷേ ഇതുകൊണ്ട് എൻ്റെ വാർഡിലെ പ്രശ്നം തീരുന്നില്ല. ഇതൊരു താൽക്കാലിക പരിഹാരം മാത്രമാണ്. ഞങ്ങൾക്ക് വേണ്ടുന്നത് ഈ പദ്ധതി നിലനിൽക്കുന്നിടത്തോളം കാലം ഞങ്ങളുടെ വാർഡിൽ വെള്ളം എത്തണം. ഇതിന്റെ മെയിൻ്റനൻസ്, ഇതിന്റെ പമ്പ് ഓപ്പറേറ്ററുടെ ശമ്പളം, ഇതിനൊക്കെ പഞ്ചായത്ത് ഏറ്റെടുക്കത്തില്ലെന്നാണ് ഇതേ നിമിഷം വരെയും പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 7 വർഷക്കാലം പഞ്ചായത്താണ് ഇത് ഏറ്റെടുത്ത് 6.5 ലക്ഷം വർഷാവർഷം അടച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഈ ഒരു 2 മാസത്തിനകത്ത് ഇത് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടാണ്, ഓഡിറ്റ് ഒബ്ജക്ഷനുണ്ട്, പേപ്പർ വന്നു എന്നൊക്കെ പറഞ്ഞ് പഞ്ചായത്ത് ഭരണസമിതി തന്നെയാണ് രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഈ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. രാവിലെ 10 മണിക്ക് ആരംഭിച്ച നിരാഹാര സമരം വൈകുന്നേരം 5 മണിവരെ നീണ്ടുനിന്നു. കോൺഗ്രസിന്റെ പിന്തുണയോടെയായിരുന്നു വാർഡ് മെമ്പർ നിരാഹാരം സംഘടിപ്പിച്ചത്. KPCC നിർവാഹക സമിതി അംഗം CR നജീവ് സമരം ഉദ്ഘാടനം ചെയ്തു. ഈ ദളിത് യുവതിയെ മാനസികമായി ഒരു പഞ്ചായത്ത് മെമ്പർ നിലയിൽ പീഡിപ്പിക്കുകയും അവിടെ എല്ലാ നിയമപരമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ആ വാർഡിൽ നിഷേധിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ അതിന്റെ ഏറ്റവും പ്രഥമ ഉദാഹരണമാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി പത്തനാപുരം പഞ്ചായത്ത് വൈദ്യുതി ചാർജ് അടയ്ക്കാതെ അവിടുത്തെ ആളുകളെ ഐക്യ ജനാധിപത്യ മുന്നണിക്കും കോൺഗ്രസിനും വേണ്ടി വോട്ട് ചെയ്തതിന്റെ പേരിൽ അവരെ ജനങ്ങളെ പീഡിപ്പിക്കുന്ന ഒരു സമീപനമാണ് ഈ പഞ്ചായത്ത് സ്വീകരിച്ചിരിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒരു പഞ്ചായത്ത് മെമ്പറുടെ അധികാരം കവർന്നെടുത്തുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഈ പഞ്ചായത്ത് നടത്തുന്നത്. ഓരോ പദ്ധതി വിഹിതത്തിൽ മറ്റ് 19 പഞ്ചായത്തുകളിലുള്ള വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് ഈ വാഴപ്പാറ വാർഡിനോട് പത്തനാപുരത്തെ ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു നീതി നിഷേധത്തിന്റെ ഭാഗവും ഒരു ദളിത് പഞ്ചായത്ത് മെമ്പറോട് കാണിക്കുന്ന നീതി നിഷേധവും യഥാർത്ഥം പറഞ്ഞാൽ ഒരു മാനസിക പീഡനമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ സമരം കോൺഗ്രസ് ഏറ്റെടുക്കും. ഈ പഞ്ചായത്ത് നിരവധി വിഷയങ്ങളുണ്ട്, ജനകീയ വിഷയങ്ങളുണ്ട്. ജനകീയ താൽപര്യങ്ങൾക്ക് അനുയോജ്യമായി ഈ പഞ്ചായത്ത് പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ ഞാൻ അതിശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകും. കുടിവെള്ള പദ്ധതിക്ക് വ്യക്തിഗത കണക്ഷൻ നൽകിയാൽ ഗുണഭോക്താക്കൾ പണമടയ്ക്കാൻ തയ്യാറാണെന്നും രാഷ്ട്രീയ പ്രേരിതമായി കോൺഗ്രസിന്റെ വാർഡ് മെമ്പറെ ഇല്ലായ്മ ചെയ്യുന്ന നടപടിയാണ് പഞ്ചായത്ത് ഭരണസമിതി നടത്തുന്നതെന്നും CR നജീവ് ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സാധാരണക്കാരന്റെ പരാതികൾക്ക് പരിഹാരം കാണേണ്ട ഭരണസമിതി അവരെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് വാഴപ്പാറ വാർഡ് മെമ്പർ ഷീജ ചന്ദ്രബാബു. ജനങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കും വരെ സമരം തുടരുമെന്നും അവർ അറിയിച്ചു. രാഷ്ട്രീയ പ്രേരിതമായി ബോധപൂർവം ഒറ്റപ്പെടുത്തുന്ന സമീപനമാണ് ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് M ഷെയ്ഖ് ഫരീദ് പ്രതികരിച്ചു. അപ്പോൾ ഈ കഴിഞ്ഞ 11 മാസക്കാലമായി ആ വാർഡിനോട്, വാഴപ്പാറ വാർഡ് 2 വാർഡ് മാത്രമേ UDF ജയിച്ചിട്ടുള്ളൂ. ബാക്കി 17 അംഗങ്ങൾ LDFന്റെ. അപ്പോൾ ഈ 2 വാർഡിൽ പ്രത്യേകിച്ച് വാഴപ്പാറ പട്ടിക ജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു വനിതാ ഗ്രാമപഞ്ചായത്ത് അംഗമായ വാഴപ്പാറ വാർഡിനോട് കാണിക്കുന്ന അവഗണനയും ഒപ്പം ഈ കുടിവെള്ള പ്രശ്നം, ഇതിന്നും ഈ കുടിവെള്ള പ്രശ്നം ഇപ്പോൾ ഉണ്ടായതാണെങ്കിൽ തുടക്കം മുതൽ തൊഴിലുറപ്പ് പ്രശ്നത്തിനായാലും നിർമ്മാണ പ്രവർത്തനത്തിനായാലും അവിടെ വാർഡിന്റെ മുകളിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ജില്ലാ പഞ്ചായത്ത് മെമ്പറൊക്കെ ഉണ്ട്. ഒരു ഗോഡ് ഫാദർ എന്നുള്ള നിലയിൽ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അവിടെ പ്രവർത്തിക്കുന്നതാണ് പ്രധാന കാരണം എല്ലാത്തിനും. അതിന് കാരണം അവിടെ കഴിഞ്ഞ കാലങ്ങളായ ഒരു 4-5 പ്രാവശ്യമായി LDFന് ആ വാർഡ് ലഭിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച വാഴപ്പാറ വാർഡ് ഷീജ ചന്ദ്രബാബു ഭൂരിപക്ഷത്തിന് ജയിച്ചു. LDFന് സീറ്റ് നഷ്ടപ്പെട്ടു. അപ്പോൾ LDFന് സീറ്റ് നഷ്ടപ്പെട്ട അന്നു മുതൽ അവിടുത്തെ സിറ്റിംഗ് മെമ്പറും ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആളുകളുടെ ഉറക്കം നഷ്ടപ്പെട്ടു. അവർ അത് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ ആ വാർഡ് മെമ്പറോട് രാഷ്ട്രീയമായുള്ള വിവേചനം തന്നെയാണ്, രാഷ്ട്രീയ പ്രേരിതമായിട്ട് തന്നെയാണ്. ഇന്നിപ്പോൾ ഏതാണ്ട് ഇപ്പോൾ 4 മണി വരെ ആയിട്ടും ഇന്നിവിടെ ഈ വാർഡ് മെമ്പറും മറ്റ് മകള്, ആ പ്രദേശത്തുള്ള ആളുകൾ, മറ്റുള്ളവർ എല്ലാവരും ഇവിടെ കുത്തിയിരുന്നിട്ട് എന്താണെന്ന് പോലും ഉത്തരവാദിത്തപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റോ സെക്രട്ടറിയോ ആരും എന്താണെന്ന് പോലും ചോദിച്ചില്ല. അത് തന്നെ ഒരു അവഗണനയുടെ ഭാഗമാണ്, രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ്. വാഴപ്പാറയിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുന്നതുവരെ വാർഡ് മെമ്പർക്ക് പിന്തുണയുമായി മഹിളാ കോൺഗ്രസ് രംഗത്തുണ്ടാവുമെന്ന് മഹിളാ കോൺഗ്രസ് നേതാവ് ലതാസി നായർ പറഞ്ഞു. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റോ അതിന്റെ പ്രധാനപ്പെട്ട ആരെങ്കിലും ഇവിടെ വന്ന് ഇതെന്താണ് ഒന്ന് അന്വേഷിക്കുവാനുള്ള ഒരു മനസ്ഥിതി കാണിക്കാതെ CPMന്റെ ഒരു ദാർഢ്യമാണ് ഇവിടെ കാണിക്കുന്നത്. അത് ഒരിക്കലും വകവെച്ചു കൊടുക്കുവാൻ സാധിക്കില്ല. അതുപോലെ തന്നെ പത്തനാപുരം പഞ്ചായത്തിൽ ഒരു വികസനങ്ങളും കൊണ്ടുവരാതെ ഈ CPMന്റെ വളരെ വലിയൊരു ദാർഢ്യത്തോടുകൂടിയുള്ള മുന്നോട്ട് പോക്കിനെ ഇനിയും കണ്ടു നിൽക്കാൻ സാധിക്കില്ല. വാഴപ്പാറ വളരെ വർഷങ്ങളായി അവരുടെ കയ്യിൽ നിന്ന്
ഇന്ന് UDF-ന്റെ കയ്യിൽ എത്തിയതിന്റെ ഒരു വല്ലാത്ത വൈരാഗ്യത്തോടു കൂടിയാണ് ഇവിടുത്തെ മെമ്പറൊക്കെ പെരുമാറുന്നത്. തീർച്ചയായും അത് അനുവദിക്കില്ല. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് JL നസീർ, U നൌഷാദ്, S ഷക്കീം, ഫാറൂഖ് മുഹമ്മദ്, ഷീജ ഷാനവാസ്, R റഹ്മത്ത്, ഷുഹൈദ് തുടങ്ങിയവർ നിരാഹാര സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. വിശ്വസ്തയുടെ 24 വർഷങ്ങൾ. P. ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം P. ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. നിലമ്പൂർ തേക്കിൽ തീർത്ത അലമാരകൾക്കായി പ്രത്യേക ഷോറൂം ഒരുക്കിയിരിക്കുന്നു. തേക്കിൽ നിർമ്മിച്ച സെറ്റ്, ദിവാൻ കോട്ട്, സ്റ്റീൽ അലമാര, കട്ടിൽ, TV സ്റ്റാൻഡ്, കിച്ചൺ സ്റ്റാൻഡ്, സാരി സ്റ്റാൻഡ്, ടീപ്പോ, 2 കസേരകൾ, 2 തലയിണകൾ എന്നിങ്ങനെ 70,000 രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ ഇപ്പോൾ വെറും 40,000 രൂപയ്ക്ക്. ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. JS ഫാഷൻ ജുവല്ലേഴ്സ്, SBT ബാങ്കിന് സമീപം, അഞ്ചൽ. 916 വിലയ്ക്ക് BS ഹോൾമാർക്ക് സ്വർണ്ണം ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം JS ഫാഷൻ ജുവല്ലേഴ്സ്, അഞ്ചൽ. ഫോൺ 9847999874. ഞങ്ങളുടെ സഹോദര സ്ഥാപനം JS വെഡിംഗ് പാലസ്, അഞ്ചൽ. ഒറിജിനൽ പട്ടുസാരികൾ, കേരള സാരികൾ, ലാച്ചുകൾ, ചുരിദാറുകൾ, മേൽത്തരം കമ്പനികളുടെ ഷർട്ടുകൾ, മുണ്ടുകൾ, കിഡ്സ് വെയർ, എല്ലാത്തരം വസ്ത്രങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. JS വെഡിംഗ് പാലസ്, അഞ്ചൽ. പുനലൂർ ആഗ്രോ ഫ്രൂട്ട്സ് ഫാക്ടറി നോക്കുകുത്തിയാകുന്നു. ഉൽപാദനം പൂർണ്ണതോതിൽ ആരംഭിക്കാൻ കഴിയാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കുന്നു. കിഴക്കൻ മേഖലയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന പ്രധാനപ്പെട്ട പഴ സംസ്കരണശാലയാണ് പുനലൂരിൽ നോക്കുകുത്തിയായി മാറിയിരിക്കുന്നത്. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്താണ് ഫാക്ടറിയുടെ നവീകരണം പൂർത്തിയാക്കിയത്. ഇതിനായി കോടികൾ ചെലവഴിച്ചു. ആധുനിക സംവിധാനങ്ങളെല്ലാം ഇവിടെ ഏർപ്പെടുത്തുകയും ചെയ്തു. പഴ സംസ്കരണത്തിനുള്ള ആധുനിക മാർഗങ്ങളെല്ലാം സ്വീകരിച്ചതോടെ വൻ ഉൽപാദനത്തിനാണ് കളമൊരുങ്ങിയത്. ജനപ്രിയ ഉൽപ്പന്നങ്ങളായ മാംഗോ ജ്യോതി പോലെയുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് ഫാക്ടറി വൻ ലാഭത്തിലെത്തിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് കാണുന്നത് ഫാക്ടറിയുടെ താളം തെറ്റുന്നതാണ്. ഉൽപാദനമില്ലാതെ ഫാക്ടറി നാദനില്ല കളരിയായി മാറി. ജനപ്രിയ ഉൽപ്പന്നങ്ങൾ പോലും പുറത്തിറക്കാൻ കഴിയാതെ ഫാക്ടറി പ്രതിസന്ധിയിലായി. മാനേജ്മെന്റിന്റെ അലംഭാവം ഫാക്ടറിയെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കി. നൂറുകണക്കിന് ജീവനക്കാർ ജോലി ചെയ്തിരുന്ന സ്ഥാപനം പൂട്ടിയ നിലയിലായി. കേരളത്തിലെ പ്രമുഖ പഴ സംസ്കരണശാലയായിരുന്ന ആഗ്രോ ഫ്രൂട്ട്സ് ഉൽപാദനം നിർത്തിവെച്ചതോടെ സ്വകാര്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഫാക്ടറികൾ വൻ ലാഭം കൊയ്യുകയാണ്. ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കി ജനങ്ങളുടെ വിശ്വാസം നേടിയ സ്ഥാപനമാകട്ടെ മാനേജ്മെന്റിന്റെ അനാസ്ഥ മൂലം ഊർദ്ധശ്വാസം വലിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്രോഡ് ഗേജ് പാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. പുനലൂർ ഇടമൺ റീച്ചിൽ എഞ്ചിൻ പരീക്ഷണ ഓട്ടം നടത്തി. മാലൂർ കരിമ്പാലൂരിൽ 2 കടകൾ കത്തി നശിച്ചു. കേബിളുകളും അഗ്നിക്കിരയായി. 40,000 രൂപയുടെ നാശനഷ്ടം.
കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പത്തനാപുരം പഞ്ചായത്തിലെ വാഴപ്പാറ വാർഡ് മെമ്പർ നിരാഹാര സമരം സംഘടിപ്പിച്ചു. സമരത്തിന് കോൺഗ്രസും പിന്തുണ നൽകി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. വാർത്തയ്ക്കുള്ളിലെ കാഴ്ചകൾ, കാഴ്ചയുടെ കാണാപ്പുറങ്ങളിലെ നർമ്മരസങ്ങൾ. പോയ ആഴ്ചയിലെ വാർത്തകളിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം, ആഴ്ചവട്ടം കാണാൻ മറക്കരുത്. പറഞ്ഞാലും പറയണം, ഓരോന്നു തോന്നിയ നന്നല്ല. നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല, നെല്ലും പതിരും തിരിച്ചറിഞ്ഞിടണം. എല്ലാരും മാവേലിമാരല്ല, നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല.